ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ രാഹുൽ ഈശ്വർ തന്നെ ചർച്ചകളിലൂടെയും മറ്റും അപമാനിച്ചെന്നാണ് ഹണി റോസ് പറയുന്നത്. നടിയുടെ പരാതി കിട്ടിയതിന് പിന്നാലെ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. വിഷയത്തിൽ നേരിട്ട് കേസെടുക്കണോ എന്നതിൽ നിയമോപദേശം തേടി. മറുപടി ലഭിക്കും മുറയ്ക്ക് മറ്റു നടപടികൾ ഉണ്ടാകും. ഒപ്പം ഹണിയുടെ പരാതി പ്രകാരം രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണെന്നും അതിന് ഉത്തരവാദികളിലൊരാൾ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരിൻ്റെ PR ഏജൻസികളും ചേർന്ന് നടത്തുന്നത് സംഘടിത കുറ്റകൃത്യമാണെന്നും പരാതിയിലുണ്ട്. പരാതി സൈബർ പോലീസിന്റെ പരിധിയിൽ വരുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. പോലീസ് നീക്കങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി നാളെ കോടതി പരിഗണിച്ചേക്കും. നിലവിൽ കേസെടുത്തിട്ടില്ലെങ്കിലും നിയമോപദേശം കിട്ടുമുറയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പോലീസ് FIR ഇട്ടേക്കാം. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചടുല നീക്കം തനിക്കെതിരെയുള്ള പരാതിയിലും നടന്നാൽ വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകും. ഇത് മുന്നിൽ കണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പ്രതികരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയും ചലച്ചിത്ര പ്രവർത്തകനുമായ സലീമിന്റെയും പരാതിയുമായി പോലീസിനെ സമീപിച്ചു. മുഖ്യമന്ത്രിക്കും ഇത് കൈമാറിയിട്ടുണ്ട്. അതിനിടെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ 509 വകുപ്പ് കൂടി ചേർക്കുന്നതും പോലീസ് പരിഗണനയിലാണ്. നിലവിൽ BNS അനുസരിച്ച് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിന് സെക്ഷൻ 75 പ്രകാരവും IT നിയമം 67 പ്രകാരവുമാണ് ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസ്. ഇതിനൊപ്പം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല ദ്വയാർത്ഥ പരാമർശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ചൊവ്വാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.